പണ്ടാണെങ്കിൽ ഒരിക്കലും ഒരു പബ്ലിക് പ്ലേസിൽ എന്റെ ലൈവ് ഒരിക്കലും പ്ലേ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് നോക്കി റാംബോ സോളോ മൊത്തം. റാംബോ സോളോ യോ ഫിഷ് വേൾഡ് താങ്ക് യു 250 സൗദി റിയാൽസ് കിങ് ഷമീർ നോട്ട് 250 റിയാൽ. താങ്ക് യു ഫിഷ് വേൾഡ്. ആ ലവ് യു കുട്ടു. എന്തിനാ ഈ പൊട്ടൻ എന്തിനാണ് അത്രയും ഫാൻസ്? ആ നീ ഒരു പൊട്ടനല്ലടാ. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇതെന്താ നീ മനസ്സിലാക്കാത്ത? ഇതൊന്നും ആൾക്കാർ മനസ്സിലാക്കാത്ത നീ ഒരു പൊട്ടനാന്ന്. ഞാൻ ബുദ്ധി ഉണ്ട് അവർക്ക് തോന്നുന്നുണ്ടാവും. റാംബോ സോളോ ഇതെന്താ എല്ലാവരും റാംബോ സോളോ മാറിക്കൊടുത്ത ഇന്നാണ് സെക്കൻഡ് ദിവസം. ഇന്നാണ് ആടെ ആ ഇന്നാണ് മാറിക്കോടെ. റാംബോ സോളോ മാറണ്ട എന്തിനാ ചാറ്റ് ഉറപ്പാ ഇന്നാണേ. എന്തായാലും എനക്ക് ഉറപ്പ് വരുന്നത്. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങ് ലൈവ് റാംബോ പൊളിച്ചെടുക്ക്. ഇരിക്കേ അങ്ങനല്ലേ പഠിക്കുന്നത്. ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ സമയം ഇരിക്കുമ്പോ സെറ്റ് ആവും. ഇതെന്താ ഇവർക്ക് എന്റെ അടുത്ത് പെട്ടെന്നൊരു സ്നേഹം. അമ്മിക്കല്ല് ഒതുങ്ങിയ പോലെ നിക്കാണ്ട് സംസാരിക്കുന്നേ. മൈക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്തേ വെച്ചോ. ഈ ഇഡ്ഡലി പൊതുങ്ങി ഇഡ്ഡലി പൊതുങ്ങിയ പോലെ ഇവ നിക്കുന്നുണ്ട്. സംസാരിക്കേ റാംബോ. നോക്കുമ്പോ MRCയിൽ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. മുബഷീർ തെരമ്പത്ത് ID സ്ക്രീനിൽ കാണിക്കരുത്. ID സ്ക്രീനിൽ കാണിക്കരുത്. ID വായിച്ചില്ലേ? അങ്ങനെയല്ലേ ഇട്ടത്. ഓ താങ്ക് യു 50 താങ്ക് യു ബ്രദർ. Let's go. എന്നാലും ഫിഷ് വേൾഡ് എന്ത് 250 സൗദി റിയാലിറ്റിന് അതും കിങ് ഷമീർ വൈബ് വിത്ത് മീ ഡൊണേറ്റഡ് 40 rupees. ഫാത്തിമ വീഡിയോ ബൈ കാണുക കഥ. നിനക്ക് എന്താ കുട്ടുവാൻ സ്ട്രേഫി ഗെയിമിംഗ് താങ്ക് യു ബ്രോ. താങ്ക് യു ഫോർ ദി 29 rupees. നിന്റെ മുഖം എങ്ങനെയുള്ളതെന്ന് അറിയാം. നിന്റെ മുഖം നിങ്ങൾ സോളോ ബിങ്കോ പോലെയുള്ളത് തുടങ്ങിയല്ല. അതുകൊണ്ട് നീ എന്നെ പറയാൻ നിക്കണ്ട കേട്ടറാ. ബിങ്കോ മുഖം. നിനക്ക് ശരിക്കും ഹൈറ്റ് കുറവല്ലേ? ഹൈറ്റ് എന്ത് കുറവ്? ഞങ്ങക്ക് നല്ല ഹൈറ്റാ. പാതാളത്തിലേക്ക് താത്തുന്ന പോലെ എന്നെ ഈ കസേരന്ന് പിടിച്ച് ഈ കസേരയിലോട്ട് ഇരുത്തിയിട്ട് കിക്കറാൻ പോന്ന്. എടാ അമ്മിക്കല്ലേ നീ ഒന്നും മിണ്ടില്ല അവരോട്. നീ അവരോട് സംസാരിക്കണം. ഞാൻ പറയട്ടെ എടാ കുമ്പളങ്ങ മുഖം നീ അവരോട് സംസാരിച്ചാലേ അവർ ഇതാക്കൂ. ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്തോ ചെയ്യാനേ ഇവരെന്നെ വരുത്തിട്ട് ബിരിയാണി വിളിച്ചു വരുത്തി അലിയെ വിട്ടിട്ട് മര്യാദയ്ക്ക് ഡിസ്കോഡ് റിയാക്ട് ചെയ്തോണ്ടിരുന്ന് ഞാൻ അടുത്തിരുന്ന് വെറുതെ കണ്ടോണ്ടിരുന്നില്ല. ആകെ കിട്ടണ കുറച്ച് സമയമാണ് അവിടെ അടുത്തിരിക്കാനെങ്കിലും ഈ ചെമ്പരത്തി പൊട്ട നിങ്ങളെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കരുത്. അവിടെ നിന്ന് പിടിച്ച് തന്നെ ഇവിടെ ഇരുത്തിട്ട് കിക്കറാൻ പോന്ന്. നീ എന്താ സംസാരിക്കടാ മാങ്ങമുഖ. ഞാനല്ലേ സംസാരിച്ചോണ്ടിരിക്കണ നീയാടാ. എന്നാ പറ എന്നാ വാ. പിന്നെ ഇതെന്താ ഷഡ്യൂരം വന്ന കുര്യാക്കോസ് കണ്ണൂർ ജില്ലയിലെ മുഹമ്മദ് നിഹാദ് എന്ന് പറഞ്ഞ 24 വയസ്സുകാരന് ചെറുപ്പം മുതലേ കണ്ണൂർ ജില്ലയിലെ മുഹമ്മദ് നിഹാദ് എന്ന് പറഞ്ഞ 24 വയസ്സുകാരന് ചെറുപ്പം മുതലേ ഒറ്റപ്പെടൽ എന്താന്ന് മനസ്സിലായിക്കൊണ്ടേയിരുന്നു. താൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തനിക്ക് പറ്റിയ ഒരു ചെറിയ പിഴവ് കാരണം തന്നോട് തന്റെ അച്ഛൻ മിണ്ടാതാവുകയാണ്. എല്ലാം കൊണ്ട് തളർന്നിരിക്കുന്ന ആ മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു. തന്നെ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ദിവസം തലയുയർത്തി നടക്കണമെന്നുള്ള വാശിയും ഉണ്ടായിരുന്നു ആ പയ്യന്. താനങ്ങനെ തന്റെ വാശിയും സങ്കടവും എല്ലാം അടക്കി പിടിച്ച് പരിമിതികളെയും എല്ലാം വെട്ടിക്കടന്ന് താനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിന് ജന്മം നൽകുകയാണ്. ആദ്യം ഒന്ന് പ്രതീക്ഷ സപ്പോർട്ട് കിട്ടിയില്ലേ പിന്നെ ആ പയ്യന്റെ വീഡിയോസ് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. തന്റെ വീഡിയോ കാണുന്നവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും BGMയിലെ ഓരോ സ്കോഡ് ഉണ്ട്. ഇത് തൊപ്പിയല്ല തൊപ്പിന്റെ മാസാണെന്ന് പറഞ്ഞ് ഇന്ന് ആ പയ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ പയ്യനെ പുച്ഛിച്ചേരും തള്ളി പറഞ്ഞവരുമെല്ലാം ആ പയ്യന്റെ ഒരു സെൽഫിക്ക് വേണ്ടിയിട്ട് ഇന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ പയ്യന്റെ പവർ എന്താണെന്ന് അറിയാൻ ആ പയ്യന്റെ കൂടത്തെ ഫാൻസിന്റെ എണ്ണം നോക്കിയാൽ മതി. ഇന്ന് ആ പയ്യൻ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ കൂടിയാണ് ആ പയ്യൻ. ഇതിലൂടെ നമുക്കൊരു കാര്യം പിടിക്കാം. എവിടെ തോറ്റാലും അവസാനം നമുക്കൊരു വിജയം എന്തായാലും ഉണ്ടാവുമെന്ന്. സുഹൃത്തെ ഞാൻ പറയുന്നത് വേറെ ആരും പറ്റില്ല. നമ്മുടെ സ്വന്തം കില്ലാടിക്ക കില്ലാടി നമ്മളെ കോമന ഇത് പൈസ കൊടുത്ത് നീ പറയിച്ചല്ല. ഇത് പൈസ കൊടുത്ത് പറയിച്ചല്ല. കൊച്ചുകൊണ്ട് കൊറേ കുഞ്ഞു പിള്ളേർ ഇവൻ ഇത് ഭയങ്കര ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നും. നമ്മള് ഒരു സമയത്ത് കണ്ടിട്ടാണ് ഫാൻ ബോയ് മൊമെന്റ് ആണ് സത്യത്തിൽ ഇതൊക്കെ. നമ്മളെ പോലെയുള്ള കുഞ്ഞു പിള്ളേർ ഒരു സമയത്ത് അടുത്ത മാസം നിന്റെ സപ്തതിയാണ് 65 വയസ്സാകാൻ പോകുന്നത്. കാര്യം പറയണ്ടേ കാട്ടുമാക്കാനെ അല്ല നമ്മളെ പോലെയുള്ള കുഞ്ഞു പിള്ളേർ ഒരു സമയത്ത് ഇത് ഇരുന്ന് കണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തി ഇങ്ങനെ ഒരു ചേഞ്ച് മനസ്സിലായി. നിങ്ങൾ അത് കണ്ടു നോക്കണം. അപ്പൊ അത് നമുക്കൊരു ക്രിഞ്ചായിട്ട് തോന്നൂല. ഇവന് ചിലപ്പം തോന്നുമായിരിക്കും. ജീവിതമല്ലേ ഇവനും തോന്നും. കാരണം ഇവനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവനും അത് തോന്നാം.
നമുക്കത് മനസ്സിലാവും. എന്ത് ആ ഒരു തോന്നാൻ? ഇത് കണ്ടടാ ആ ഒരു ഇതാ. എന്താ ഇവൻ പറയുന്നത്? മർസട്ട് തൊപ്പി മാസത്തെ കുപ്പി. ആ പിന്നെ കാര്യമല്ലേ അപ്പൊ കില്ലാടിക്കാ കില്ലാടി കില്ലാടി എന്താ കില്ലാടി എന്ത് വൃത്തിയായിട്ട പേരാ. ഇത് ബാലയ്യന്റെ സിനിമയില്ലേ, ബാലയ്യന്റെ സിനിമ തെലുങ്ക് ഡബ് മൂവിയിലാണ് ഞാൻ ഇങ്ങനത്തെ സംഭവം കാണല്. സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. മൂവിയിൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കാണല്. ഇത് സ്ട്രൈക്ക് കിട്ടോ ചിലപ്പോ. ഇതെന്താണിത് മമ്മൂന്റെ തടി മുള്ളു കുറഞ്ഞല്ലേ. പാവടാ ചേട്ടന്റെ തടി കുറഞ്ഞടാ. ഇപ്പൊ ഇവന്റെ ശരീരഘടനകള് ഈ തടി വെച്ച് നോക്കുമ്പോ ഇപ്പൊ ആയിട്ടുണ്ട് ഇവൻ. സത്യം ഇപ്പൊ നല്ല പോയടാ, ഭയങ്കര മെലിഞ്ഞ്. അതിലെന്താ ടയർ വെച്ച പോലെ, 2 ടയർ ഇങ്ങനെ വെച്ച പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ടയർ ഇല്ല, അത് പഞ്ചറായി. ഇപ്പൊ അങ്ങനെ ഒരു ടയർ ഇല്ല അവിടെ. കാറ്റ് പോയതായിരിക്കും, പഞ്ചറൊന്നും ആക്സിഡന്റ് സോൺ ചെക്കോ വളരെ മോശം തൊപ്പി. ഡിസ്കോഡിൽ എന്റെ വീഡിയോ ഇഗ്നോർ ചെയ്യുന്നു. ഇനി ഞാൻ ഡിസ്കോഡ് വീഡിയോ ചെയ്യില്ല. അമോങ് അസ് 5 വീഡിയോ മുകളിൽ ഉള്ളതും നമ്മുടെ എഡിറ്റിനോട് ഇത്തിരി ബഹുമാനം നൽകാമായിരുന്നു ബ്രോ. എടാ ഞാൻ കരുതി കൂട്ടി ഇഗ്നോർ ചെയ്യുന്നതല്ല, ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അത് കാണുമ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാ. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ കാണുന്നത്, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാ. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന